നമസ്കാരം. പണി പൂർത്തീകരിച്ച് വർക്കുകൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന താനൂർ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ കാഴ്ചകളാണ് കാണാനായിട്ട് പോകുന്നത്. പാലത്തിൻ്റെ വർക്കുകൾ ഏറെക്കുറെ അവസാന ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. ഇരുഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട്. അതേപോലെ താഴ്ഭാഗത്തു കൂടെ പോകുന്ന ഇരുഭാഗത്തുള്ള അനുബന്ധ റോഡുകളൊക്കെ ടാറിട്ട് അതിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. റെയിൽവേയുടെ ഇരുഭാഗത്തായിട്ട് വർക്കുകൾ ആരംഭിച്ച പാലത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുകയും ടാറിങ് കൂടി പൂർത്തിയായപ്പോൾ ചെറിയ വണ്ടികളൊക്കെ ഇടയ്ക്കൊക്കെ ഇതിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പാലത്തിൽ നടക്കുന്ന മറ്റു വർക്കുകൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ ചെറിയ വാഹനങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ കടത്തി വിടുന്നുണ്ട്. അങ്ങനെ പാല നിർമ്മാണം ആരംഭിച്ചതിന് ശേഷവും അതേപോലെ അതിനു മുമ്പുമുള്ള ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പിനാണ് അവസാനമായി കൊണ്ടിരിക്കുന്നത്. പാലത്തിൻ്റെ ഒരു ഭാഗത്തുള്ള കൈവരികളുടെ നിർമ്മാണമാണ് ഇനി പ്രധാനമായിട്ടും ബാക്കി നിൽക്കുന്നത്. അതുകൂടി പൂർത്തിയാൽ പാലത്തിൻ്റെ ഏറെക്കുറെ പണികളൊക്കെ പൂർത്തിയായി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്തായാലും പാലം വരുന്നതോടുകൂടി താനൂരിൻ്റെ ഗതാഗത, വ്യാപാര, വാണിജ്യ, ടൂറിസം മേഖലകളിൽ പുതിയ മാറ്റങ്ങൾക്കും വൻ നേട്ടത്തിനും കാരണമായിട്ട് ഈ പാലം മാറും. സംസ്ഥാനത്തിൻ്റെ തീരപ്രദേശത്തു കൂടി നിർമ്മിക്കുന്ന തീരദേശ ഹൈവേയും കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ നാഴികക്കല്ലായി മാറുന്ന ദേശീയപാത 66നെയും ബന്ധിപ്പിക്കുന്ന ജില്ലയിലെ ഒരു പ്രധാന റോഡാണ് താനൂർ വെന്നിയൂർ റോഡ്. അതുകൊണ്ട് തന്നെ ഈ റോഡിൻ്റെ വികസനവും അതുപോലെ ഈ റോഡിലുള്ള റെയിൽവേ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണവും ഒരു അത്യാവശ്യ ഘടകമായിരുന്നു. ദീർഘദൂര യാത്രകൾക്ക് ദേശീയപാത 66 തിരഞ്ഞെടുക്കുന്ന സമയത്ത് തീരദേശത്തുള്ളവർക്ക് ദേശീയപാത 66 എത്തിച്ചേരാനുള്ള ഒരു പ്രധാന റോഡാണ് താനൂർ വെന്നിയൂർ റോഡ്. ദേശീയപാത 66 പണി പൂർത്തിയാകുന്നതോടെ കേരളത്തിലുണ്ടാകാൻ പോകുന്ന വ്യാവസായിക, വാണിജ്യ, സാമൂഹിക പുരോഗതിയും ടൂറിസം മേഖലയുടെ പുരോഗതിയുടെയും ഭാഗമാവാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ താനൂർ വെന്നിയൂർ റോഡിൻ്റെ ഗതാഗത പുരോഗതി അത്യാവശ്യമാണ്. വളവുകളും കയറ്റിറക്കങ്ങളും പരമാവധി കുറച്ച് റോഡിൻ്റെ വീതി കൂട്ടിക്കൊണ്ട് ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു റോഡ് വികസനമാണ് നമുക്ക് വേണ്ടത്. ഇത്തരത്തിലുള്ള റോഡ് വികസനം നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കും. രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ പുരോഗതിയുടെ നട്ടെല്ലെന്ന് പറയുന്നത് അവിടുത്തെ റോഡുകളാണ്. നല്ല റോഡുകളും ഗതാഗത സൗകര്യങ്ങളും വരുന്നതിലൂടെ രാജ്യത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും പുരോഗതി വേഗത്തിലാവും. നമ്മുടെ ജില്ലയുടെ തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വളർന്നു വരുന്ന ടൂറിസം പുരോഗതി നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഓരോ ദിവസം കഴിയുന്തോറും ഇത്തരം മേഖലകൾ സന്ദർശിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. താനൂർ ഹാർബർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മത്സ്യ കയറ്റുമതിക്കും മറ്റ് സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്കും ഈ റോഡിൻ്റെ പുരോഗതിയും വികസനവും അത്യാവശ്യമായിരുന്നു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെടുത്ത് നോക്കുമ്പോൾ അവിടങ്ങളിൽ നഗരങ്ങൾ കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുകയും ഗ്രാമങ്ങളിൽ കാര്യമായി മാറ്റമില്ലാതെ തുടരുകയും ചെയ്യുന്നൊരവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇതിന് വിപരീതമായി നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളും ഗ്രാമനഗര വ്യത്യാസമില്ലാതെ എല്ലാ പ്രദേശങ്ങളും ഒരേപോലെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. അതല്ലെങ്കിൽ വികസനത്തിൻ്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. കേരളത്തിലെ ഗ്രാമീണ നഗര ജീവിതങ്ങളിൽ കാര്യമായ വ്യത്യാസം നിലനിൽക്കപ്പെടുന്നില്ല. അത് ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ജീവിത ചിലവിൻ്റെ കാര്യത്തിലാണെങ്കിലും കാര്യമായ മാറ്റങ്ങളില്ലാതെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ എടുത്തു പറയാവുന്ന വികസനത്തിൻ്റെ കുതിച്ചുചാട്ടത്തിന് കാരണമാകുന്ന ഒരു നിർമ്മാണ പ്രവൃത്തി തന്നെയാണ് നമ്മുടെ റെയിൽവേ ഓവർ ബ്രിഡ്ജ് എന്ന് സംശയമേതുമില്ലാതെ നമുക്ക് പറയാനായി സാധിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വീഡിയോ എടുക്കുന്ന സമയത്ത് ഇരുചക്രവാഹനങ്ങളും അതേപോലെ ഓട്ടോറിക്ഷയും ഇതെല്ലാം പാലത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാ സമയത്തും ഇതുപോലെ വാഹനങ്ങൾ കടത്തിവിടണമെന്ന് ഇല്ല. നിർമ്മാണം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പണി നടക്കുന്ന സമയത്ത് വാഹനങ്ങൾ കടത്തിവിടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇതിലൂടെ പോകാമെന്ന് കരുതി എപ്പോഴെങ്കിലും വരുന്ന സമയത്ത് ചിലപ്പോൾ റോഡ് ബ്ലോക്കായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അക്കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. റെയിൽപ്പാളത്തിൻ്റെ നേർമുകൾ ഭാഗത്ത് നിൽക്കുന്ന പാലത്തിൻ്റെ ഭാഗങ്ങളിൽ ഇനിയും ഒരുപാട് വർക്കുകൾ ബാക്കിയുണ്ട്. ആ സമയത്ത് റോഡ് എന്തായാലും ബ്ലോക്കായിരിക്കും. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.